രാവിലെ നല്ല മയിലൊക്കെ കരയുന്ന സൗണ്ടാട്ടോ അത്. കാർമേഘങ്ങളിങ്ങനെ നീങ്ങി നീങ്ങി പോകുന്നുണ്ട്. എന്നാൽ പോലും നല്ല തെളിഞ്ഞ ആകാശമാണ് കേട്ടോ കുറേ ഭാഗങ്ങളിലൊക്കെ. പതിവ് പോലെ നമ്മളിത് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് മഴയൊന്നുമില്ല കേട്ടോ. ഇന്ന് അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയാണ് രാവിലെ തന്നെ കാണുന്നത്. ഹായ്. അപ്പോൾ നമ്മൾ പ്ലാനിലാണേ ഉള്ളത്. നമ്മുടെ വണ്ടിക്ക് അടുത്തോട്ട് പോവാണ്. ദേ ഇന്നും ഈ വണ്ടിയിലാണ് കേട്ടോ വർക്ക് വരുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ദേ നമ്മുടെ ഹൈവേനോട് എത്തി കേട്ടോ. നമ്മൾ ഓരോ സാധനങ്ങളായിട്ട് അവിടെ ഇവിടെ ആയിട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്ന് കാര്യമായിട്ടുള്ള മഴയൊന്നുമില്ല, രാവിലെ മഴയൊന്നുമില്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് എന്താ സ്ഥിതി എന്നൊന്നും അറിയില്ല. എന്നാലും നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുമ്പള പാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് സൂര്യൻ ഉദിച്ചു തുടങ്ങി. അങ്ങനെ നമ്മൾ കുമ്പള ഓഫീസിലെത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ വെയിലറച്ച് തുടങ്ങുന്നുണ്ട് കേട്ടോ. അതേപോലെ അതെ നമ്മുടെ NHന്റെ ആംബുലൻസ് ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയോ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ റീച്ചിൽ ആംബുലൻസ് ഇതാണ് കേട്ടോ. നമ്മൾ പോയി ചൗക്കി എത്തിയിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടുന്ന് കാട്ടണം. കണ്ടോ ചൗക്കി പാലത്തിൻ്റെ മുകളിലാണ് ഉള്ളത്. ദേ നമ്മുടെ ചിക്കു എന്തൊക്കെയോ സാധനങ്ങൾ ഇവിടുന്ന് വണ്ടിക്കകത്തോട്ട് കയറ്റുകയാണ്. ഇഷ്ടംപോലെ സാധനങ്ങൾ ഇങ്ങനെ കയറ്റിയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. നല്ല വെയിലുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്ലൈ ഓവറിലെത്തിയിട്ടുണ്ട് കാസർഗോഡ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ നമ്മുടെ ഫ്ലൈ ഓവർ അതാ നീണ്ട് നിവർന്ന് ഇതുവഴി ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ തന്നെ കയറ്റിയിട്ട് നേരെ മഞ്ചേശ്വരം ഭാഗത്തോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ലേബർ ഷെഡായിരുന്നു കേട്ടോ. നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ വർക്കേഴ്സൊക്കെ ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ മൊത്തം ലേബർ ഷെഡൊക്കെ പൊളിച്ചു മാറ്റി. ദൂരെയായിട്ട് നമ്മുടെ ഒരു ഗ്രേഡർ കിടപ്പുണ്ട്. അതേപോലെ നമ്മുടെ വണ്ടിക്കകത്തോട്ട് ഇതേ ഓരോ സാധനങ്ങൾ ഇപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സാധനങ്ങളൊക്കെ തന്നെ കയറ്റി വെച്ചിട്ടുണ്ട്. കണ്ടോ മൊത്തം വെൽഡിങ് സെറ്റ്, ജനറേറ്റർ, അതുപോലെ എല്ലാ സാധനങ്ങളും കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് പരിപാടി എന്നൊന്നും അറിയില്ല. ഇതൊക്കെ നമ്മുടെ വെൽഡിങ് ടീംസാണ് കേട്ടോ. ഫ്ലൈ ഓവറിൻ്റെ അടിയിലായിട്ട് ഇറ്റാച്ചി എന്തൊക്കെയോ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഒരു ബസ്സും ഇത് ഇവിടെ കയറ്റി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ ചെറിയൊരു കുഞ്ഞൻ ഓഫീസ്. ഇപ്പോൾ ഇവിടെയുള്ള ഓരോ സാധനങ്ങളിപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫ്ലൈ ഓവറിന് വേണ്ടി ഉപയോഗിച്ച കമ്പികളുടെ ബാക്കി ഭാഗങ്ങളാണ് ഇതൊക്കെ കാണുന്നത്. ഇതിൻ്റെയൊക്കെ സൈസ് കണ്ടോ, വലിയ കമ്പികളാണ്, പൊങ്ങുന്നില്ല. സാധനങ്ങളൊക്കെ തന്നെ കാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ മഞ്ചേശ്വരം ഭാഗത്തോട്ട് വിടണം. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ തന്നെ കയറ്റിയിട്ട് നേരെ മഞ്ചേശ്വരം ഭാഗത്തോട്ട് വെച്ച് പിടിക്കുകയാണ്. ഇന്ന് അത്യാവശ്യം നല്ല വെയിലാണ് കേട്ടോ. കാസർഗോഡ് ആയതുകൊണ്ട് പറയാൻ പറ്റില്ല, ഏത് നിമിഷവും മൊത്തത്തിൽ മാറി മറിയും. വണ്ടിയൊക്കെ നല്ല കീറി ഇളക്കിയാണ് കേട്ടോ പോകുന്നത്. ചീറിപ്പാഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. നമ്മളിപ്പോൾ ഏതാണ്ട് ചൗക്കിയൊക്കെ കഴിഞ്ഞ് നേരെ മൊക്രാൽ പുത്തൂർ ആയിട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ മൊത്തം നമ്മുടെ ഗാൻഡറി ബോർഡുകളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് പോയതായിരുന്നു. ഇന്ന് വേറെ ഓട്ടാണ്. ഇന്ന് രാവിലെ തന്നെ ഇപ്പോൾ
കാസർഗോഡ് ഫ്ലൈ ഓവറിലൊക്കെ പോയി സാധനം കയറ്റി പോവാണ്. ഇത് നമ്മുടെ സ്പീഡ് കാണിക്കുന്ന ബോർഡ് ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പോകുന്ന വഴി നമ്മൾ കുമ്പള 100% മുകളിലായിട്ട് നിർത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ടീംസ് വെള്ളം പോകാനുള്ള സാധനങ്ങളൊക്കെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാണ്. അതേപോലെ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ കുമ്പള റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്ന് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. അതായിട്ട് നോക്കുമ്പോൾ അപ്പം നമ്മുടെ റോഡുകളിൽ കണ്ടോ സോളാറിൻ്റെ സ്റ്റെഡൊക്കെ വെക്കുന്നുണ്ട്. ഇത് സോളാറിൻ്റെ സ്റ്റെഡാണ്. ഇപ്പോൾ രാത്രി ആയാലും ഇങ്ങനെ മിന്നി മിന്നി കളിക്കും. വണ്ടിയൊക്കെ നല്ല റോക്കറ്റ് പോകുന്ന പോലെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ സ്പീഡ് വരുന്നത് 80 അപ്പോൾ നമ്മൾ മുട്ടൻ ഗേറ്റിൻ്റെ അടുത്തായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ മൊത്തം ഹാൻഡ് റെയിലിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി വരികയാണ്. അതേപോലെ തന്നെ ഇൻ്റർലോക്കിൻ്റെ വർക്കും ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫൂട്ടോവർ ബ്രിഡ്ജൊക്കെ കാണാൻ നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ. ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മഞ്ചേശ്വരം VUPൻ്റെ 100% അടിയിലായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഇവിടെ മൊത്തം നീല പെയിൻ്റൊക്കെ അടിച്ച് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹാൻഡ് റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇവിടെ ഒരു നടക്കാനുള്ള വഴിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 100% സൈഡിലായിട്ട് സർവീസ് റോഡിലേക്ക് ഡയറക്റ്റ് വെള്ളം വീഴാതിരിക്കാൻ മൊത്തം പൈപ്പിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ പൈപ്പിട്ട് വെച്ചിരിക്കുന്നത് കാണാൻ. അതേപോലെ നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ഒരു ഫുട്പാത്തും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ മഞ്ചേശ്വരം 100% അടിയിലാണ് ഉള്ളത്. ഇവിടെ കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. അതേപോലെ നല്ല രീതിയിൽ മഴക്കാറൊക്കെ വന്നു തുടങ്ങി. ഇത്ര നേരം നല്ല ഇടിവെട്ട് വെയിലായിരുന്നു. ഇനിയിപ്പോൾ മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയും വർക്കേഴ്സൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഈ കാണുന്നതൊക്കെ നമ്മുടെ NHI ടെസ്റ്റ് ചെയ്തതാണ് കേട്ടോ. നമ്മുടെ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്തും കാര്യങ്ങളൊക്കെ അതിൻ്റെ എന്തോ സെറ്റപ്പാണ്, കൃത്യമായിട്ട് എനിക്കറിയില്ല. എന്തായാലും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഈ കാണുന്നത്. അങ്ങനെ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, മൊത്തം നല്ല ഇടിവെട്ട് മഴ. എല്ലാ ബൈക്കുകാരും ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. ബസ്സിൻ്റെ മുകളിലൊക്കെ നല്ല ചറപറയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മഴ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. നല്ല പെരും മഴയാണ് കേട്ടോ ഇപ്പോൾ പെയ്യുന്നത്. ഇപ്പോൾ ബൈക്കുകാരൊക്കെ ഓരോരുത്തർ കോട്ടൊക്കെ ഇട്ട് പോയി തുടങ്ങി. ഇത്ര നേരവും നല്ല ഇടിവെട്ട് തീ പറക്കണ വെയിലുള്ള സ്ഥലമായിരുന്നു. ഇപ്പൊ കണ്ടോ, ഇതാണ് അവസ്ഥ. ഇവിടുത്തെ കാലാവസ്ഥ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പം മൊത്തം ബൈക്കുകാരും ഇവിടെ കാര്യം നിൽക്കുന്നുണ്ട്. നമ്മുടെ അണ്ടർപാസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ബൈക്കുകാർക്കൊക്കെ ഒരു ആശ്വാസമാണ്. ഓരോരുത്തരും ഇവിടെ കയറി കോട്ടൊക്കെ ഇട്ട് പോയി തുടങ്ങി. അപ്പം നമ്മൾ മഞ്ചേശ്വരം നമ്മുടെ ട്രക്ക് ലേബയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ NHന്റെ ആംബുലൻസൊക്കെ ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് സംഭവം. മൊത്തം പണിയൊക്കെ നടന്ന് വരുന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ മഞ്ചേശ്വരത്തുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത്
നമ്മുടെ കുമ്പളമുള്ള നമ്മുടെ യാർഡിലെത്തിയിട്ടുണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ ഇവിടെ ഇറക്കി വെക്കുകയാണ്. നമ്മുടെ ഓരോ സാധനങ്ങൾ റോളറൊക്കെ ഒരുപാട് ദിവസമായി കേട്ടോ ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ട്, കാരണം താറിങ്ങിൻ്റെ പരിപാടിയൊന്നും ഇല്ല. അങ്ങനെ അവസാനം നമ്മൾ കുമ്പളം നിന്ന് നമ്മുടെ പ്ലാന്റിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിക്കകത്തോട്ട് ഇതേ ഒരുപാട് സാധനങ്ങളൊക്കെ തന്നെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇരുമ്പിൻ്റെ ഡോറാണ് കേട്ടോ, നമ്മുടെ ഫാബ്രിക്കേഷൻ വർക്ക്ഷോപ്പിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതൊക്കെ ഇനി സൈറ്റിൽ കൊണ്ടുപോയിട്ട് ഇറക്കണം. അതേപോലെ നമ്മുടെ പ്ലാന്റിൽ ഇപ്പോൾ നല്ല ഇടിവെട്ട് വെയിലാണ്. ഇതേ നമ്മുടെ വണ്ടി അതാ അവിടെ കിടപ്പുണ്ട്. അതേപോലെ ഒരു വണ്ടി ഇതേ ഇവിടെ കിടപ്പുണ്ട്. വർക്ക് കുറവാണ് കേട്ടോ. അതേപോലെ നമ്മുടെ പ്ലാന്റ് ഇതാ കുറേ കാലമായി വർക്ക് ചെയ്യാണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മുടെ വണ്ടിയിൽ സാധനമൊക്കെ കയറ്റി ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. കാരണം നമ്മുടെ പ്ലാന്റിൻ്റെ ഇപ്പോഴത്തെ ഒരു കാഴ്ചയും അവസ്ഥയിലൊന്നും നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ വണ്ടികളും അവിടെ ഇവിടെ ആയിട്ട് നിർത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു വണ്ടി, അതേപോലെ അവിടെ ഒരു വണ്ടിയുണ്ട്. ഇവിടെയൊക്കെ മൊത്തം വെള്ളക്കെട്ടായി കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മഴയായിരിക്കും. അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ ഒരു സൈഡിൽ ഇതേ കണ്ടോ, ഇഷ്ടം പോലെ നമ്മുടെ സൈറ്റിലുള്ള സേഫ്റ്റിയുടെ ബോർഡൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കാരണം സൈറ്റിലുള്ള വർക്ക് മൊത്തം കഴിഞ്ഞതാണ്. അപ്പോൾ റോഡിൻ്റെ ഉള്ളിൽ ബോർഡിൻ്റെ ആവശ്യമില്ല. പല പല ടൈപ്പ് ഡൈവേഷൻ, അതുപോലെ തന്നെ ആക്സിഡൻറ്റ് എല്ലാം ഉണ്ട്. റെഡ്യൂസ് സ്പീഡ്, ജംഗ്ഷൻ. ഇതിൻ്റെ ഒന്നും ആവശ്യം ഇനിയിപ്പോൾ ഇല്ല കേട്ടോ. അതേപോലെ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. കണ്ടോ, മൊത്തത്തിലൊരു കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മഴക്കാറൊന്നും കാര്യമായിട്ടില്ല, നല്ല ഇടിവെട്ട് വെയിലാണ്. അതേപോലെ നമ്മുടെ ഗാർഡനൊക്കെ മൊത്തം കാടൊക്കെ പിടിച്ചു. ഇവിടെയൊക്കെ ഒന്ന് ക്ലിയർ ആക്കി ഇട്ടിട്ടുണ്ട്. ഇതിലൊക്കെ ഗപ്പീസാണ് കേട്ടോ, മൊത്തം വേരലൊക്കെ കംപ്ലീറ്റ് ഗപ്പീസാണ്. ഇതിലുണ്ട്, അതേപോലെ ഇതിലുണ്ട്, ഇഷ്ടം പോലെ ഗപ്പീസ് ഉണ്ട്. പിന്നെ അവിടെ പക്ഷിക്കൂട്ടങ്ങളെ ഒന്നും കാണുന്നില്ല. ഓ, ഇവിടെ ഉണ്ട് കേട്ടോ, അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ടീമുണ്ട്. എല്ലാവരും കൂട്ടിലേക്ക് അടങ്ങി എന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മുടെ പ്ലാന്റിൽ ആകെ തണലായിട്ടുള്ള സ്ഥലം ദേ ഈ കാണുന്ന സ്ഥലമാണ്. ഇതൊക്കെ നമ്മുടെ കോഴിക്കോടായിരുന്നു, ഇപ്പോൾ കോഴിയൊന്നും ഇല്ല. അങ്ങനെ നമ്മൾ ലോഡുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ മഞ്ചേശ്വരം പോകണം, അതുപോലെ തന്നെ കാസർഗോഡ് പോകണം. കുറേ സ്ഥലത്ത് സാധനങ്ങൾ ഇറക്കാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇപ്പോഴും നല്ല ഇടിവെട്ട് വെയിൽ തന്നെയാണ്. നമ്മളിത് മുറത്താനെന്ന് ഇറങ്ങിയതേ ഉള്ളൂ കേട്ടോ. ഇന്ന് മഴയും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്നു. കണ്ടോ, ആകാശമൊക്കെ നല്ല തെളിഞ്ഞു കിടക്കുകയാണ്. സൂര്യനാണെങ്കിൽ ഇങ്ങനെ തീവ്രമായിട്ട് ഉദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ മഞ്ചേശ്വരം നമ്മുടെ ട്രക്ക് ലേബിലെത്തിയിട്ടുണ്ട്. ഇവിടേക്ക് ഇടിവെട്ട് വെയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സാധനം ഇവിടെ ഇറക്കി വെക്കണം. അപ്പോൾ ഇതൊക്കെ ഓരോരോ ഓഫീസാണ് കേട്ടോ. ട്രാഫിക് എയ്ഡ് പോസ്റ്റ്, അതുപോലെ തന്നെ മെഡിക്കൽ എയ്ഡ് പോസ്റ്റ്, ഓപ്പറേഷൻ മെയിൻ്റനൻസ് സ്റ്റോർ, അങ്ങനെ ഓരോ സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ വെക്കാനുള്ള ഇൻ്റർലോക്കുകൾ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. കൺട്രോൾ റൂമിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഉള്ളത്. അടിപൊളി സെറ്റപ്പാണ്, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, വലിയൊരു മോണിറ്ററൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ എല്ലാ ക്യാമറയുടെയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളുടെയും കൺട്രോൾ ഇവിടെ നിന്നാണ് ചെയ്യുന്നത്. കണ്ടോ, 2-3 സിസ്റ്റമൊക്കെ പുതുതായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ ക്യാമറയുടെയൊക്കെ മൊത്തം സെറ്റപ്പ് ഇതേ ഈ മോണിറ്ററിൽ കാണാൻ പറ്റും. കണ്ടോ, ഓരോരോ ക്യാമറകൾ ഇവിടെ നിന്ന് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സൈറ്റിൻ്റെ മൊത്തം കാര്യങ്ങളും ഇവിടെ നിന്നാണ് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ 40 കിലോമീറ്ററിൻ്റെ സർവർ മൊത്തം വരുന്നത്. കണ്ടോ, ഈ യൂണിറ്റാണ് മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. അതേപോലെ ഇവിടേക്ക് ഓരോരോ കാര്യങ്ങൾ ബാറ്ററിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്.
എല്ലാം എ സി ആണ് കേട്ടോ. ഇത് നമുക്കുള്ള എ സി അല്ല, മെഷീനറീസിന് വേണ്ടിയിട്ടുള്ള എ സി ആണ്. ഇതിൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ 40 കിലോമീറ്റർ ക്യാമറയും കാര്യങ്ങളൊക്കെ മൊത്തം ഈ സെർവർ ഉപയോഗിച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. ഫുൾ എ സി ആണ്, മൊത്തത്തിൽ എ സി ആണ് സംഭവം. അപ്പോൾ നമ്മുടെ ക്യാമറയുടെ മൊത്തം കൺട്രോൾ ഇത് ഈ സംഭവം ഉപയോഗിച്ചിട്ടാണ്. ഓരോരോ സ്ഥലത്തുള്ള ക്യാമറകൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ മാറ്റി മാറ്റി വീക്ഷിക്കാൻ പറ്റും. കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ ഇതൊക്കെ ഓരോന്നായിട്ട് സൂം ചെയ്യാനൊക്കെ പറ്റും. മൊത്തം കൺട്രോൾ ഇതേ ഇവിടെ വെച്ചാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് ശരിയാക്കി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ സൈറ്റിൻ്റെ കൺട്രോൾ റൂം. അപ്പോൾ ഇതിൻ്റെ വർക്കിപ്പോൾ ശരിയായി വരുന്നേ ഉള്ളൂ. ഓരോ കാര്യങ്ങൾ ഇപ്പോൾ റെഡിയാക്കി വരുന്നേ ഉള്ളൂ. നല്ല രീതിയിലുള്ള ക്ലിയറും കാര്യങ്ങളൊക്കെ തന്നെ ക്യാമറക്ക് ഉണ്ട്. കാരണം ഒരുപാട് ദൂരമുള്ള വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വരെ നമുക്ക് ഇവിടുന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് പണി പൂർത്തിയായി കഴിഞ്ഞാൽ ബൈക്കും ഓട്ടോറിക്ഷയൊക്കെ കയറ്റി കഴിഞ്ഞാൽ എന്തായാലും ഫൈന് വീഴുന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പും വേണ്ട. അപ്പം അതിൻ്റെ ഓരോ കാര്യങ്ങൾ ഇതേ ഇവിടെ നടന്നു വരുന്നുണ്ട്. മൊത്തത്തിൽ എ സി ആണ് കേട്ടോ, എല്ലാ റൂമും എ സി ആണ്. അപ്പോൾ ശരിക്കും ആ കൺട്രോൾ റൂമിൽ നമ്മുടെ ക്യാമറ മാത്രമല്ല, റോഡിൻ്റെ ടെമ്പറേച്ചർ വരെ അതിൽ നമുക്ക് കാണാൻ പറ്റും. ഹ്യൂമിഡിറ്റിയും അതുപോലെ തന്നെ എല്ലാം, കാറ്റിൻ്റെ വേഗത എല്ലാം അതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ മൊത്തം സെർവർ വെച്ചിട്ടുള്ള പരിപാടിയാണ്. എല്ലാം ശരിയായി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി വരുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ മൊത്തത്തിൽ പരിപാടി മൊത്തം കഴിയുന്നതായിരിക്കും. ഇതേ ദൂരെ നിന്ന് നമ്മുടെ സെംസീർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. എന്തോ സാധനമായിട്ട് ഇവിടെ ഇറക്കാൻ വന്നതാണ്. അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇനി നേരെ മംഗൾപാടി പോകണം, അതേപോലെ തന്നെ അവിടുന്ന് കാസർഗോഡ് പോകണം. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ഫാബ്രിക്കേഷൻ്റെ എഞ്ചിനീയർ ഉണ്ട്, അജോഷ് ചേട്ടൻ. അപ്പോൾ മൂപ്പറാണ് ഈ സൈറ്റിൻ്റെ ഫാബ്രിക്കേഷൻ്റെ എഞ്ചിനീയർ കേട്ടോ. പുറത്താണെങ്കിൽ നല്ല രീതിയിലുള്ള ചുട്ടുപഴുത്ത അന്തരീക്ഷമാണ്, ഇടിവെട്ട് വെയിലാണ്. ഇന്ന് മഴയും കാര്യങ്ങളൊന്നും കാര്യമായിട്ടില്ല. അങ്ങനെ നമ്മൾ ബന്ദിയോടുള്ള ഫോട്ടോർ ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണേ. കണ്ടോ, ഇത്രത്തോളമായി. ഇനി ഇവിടെ സ്റ്റെപ്പിൻ്റെ പരിപാടിയൊക്കെ വെക്കണം. മൊത്തത്തിൽ വർക്ക് നടക്കുകയാണ്. ആ സൈഡ് ഏതാണ്ട് സ്റ്റെപ്പിൻ്റെ ISMB ഒക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇടിവെട്ട് വെയിലാണ്, അതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. ബൈക്കൊക്കെ ചീറിപ്പാഞ്ഞുകൊണ്ടാട്ടോ റോഡിലൂടെ പോകുന്നത്. നമ്മുടെ പരിപാടി മൊത്തം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടിയിൽ സാധനമൊക്കെ കയറ്റി. അപ്പം മഴയും പെയ്ത് തുടങ്ങി കേട്ടോ. അപ്പം നമ്മുടെ റൂമിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ കത്തി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ മഴ പെയ്ത് ഇപ്പം ചോർന്നു. നല്ല മഴയായിരുന്നു കേട്ടോ ഇപ്പോൾ പെയ്തത്. അപ്പോൾ നമ്മളെന്തായാലും റൂമിലോട്ട് വെച്ച് പിടിക്കുകയാണ്. ഇപ്പോൾ കാസർഗോഡ് ഫ്ലൈ ഓവറിൻ്റെ മുകളിലായിട്ട് എത്തിയിട്ടുണ്ട്.